ഹലോ. ഇന്ന് ചെറിയ ചാളയില്ലേ, കുഞ്ഞി ചാള, അതാണ് കേട്ടോ. നമ്മളതൊന്ന് ഫ്രൈ ചെയ്യണതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ചാള നന്നാക്കി എടുത്തിട്ടുണ്ട്, വരഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഫ്രൈ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 2-3 ചെറിയ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും 2-3 എണ്ണം കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, എന്ന് വെച്ചാൽ നമ്മുടെ മീനിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കണത് എന്താണെന്ന് വെച്ചാൽ പച്ച കുരുമുളകാണ്. അത് ഉണക്കിയ കുരുമുളകിൻ്റെ പൊടി സാധാരണ ചേർക്കാറ്, പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് നമ്മൾ പച്ച കുരുമുളക് 2-3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം പോരാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ മീൻ നന്നായിട്ട് ഈ മസാല മീനിൽ തേച്ച് പിടിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കളറ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പച്ച കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട കാരണമാണ് കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതിൻ്റെ ഒരു കളറൊന്നും വരുന്നില്ല. അത് ഈ പച്ച കുരുമുളകിൻ്റെ പച്ച കളർ അതിലേക്ക് മുന്നിൽ നിൽക്കുന്ന കാരണം കൊണ്ടാണ്. ഇപ്പോൾ നമ്മളത് നന്നായിട്ട് തേച്ച് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് അതിനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. നന്നായി ഉപ്പും മുളകൊക്കെ പിടിക്കണമല്ലോ. ഇനി ഇത് 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം നമുക്ക് ഇനി അതൊന്ന് വറുത്തെടുക്കാം. നമ്മളിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് വറക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ കുറവ് മതിയാവും നോൺ സ്റ്റിക്ക് പാനിൽ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളതിലേക്ക് നമ്മുടെ കുഞ്ഞിച്ചാള ഇട്ട് കൊടുക്കുന്നുണ്ട് വറുക്കാനായിട്ട്. നമ്മുടെ പാത്രത്തിൽ കൊള്ളാവുന്ന അത്രയ്ക്കും മീൻ അതിൽ നിരത്തി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ചാള വറുത്തെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മളതിൽ നിറയെ ചാളകളൊക്കെ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടായില്ല എന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല കിടുക്കാച്ച റെസിപ്പിയാണ്. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. മീൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവൻ മീനുകളും ഇതുപോലെ തന്നെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കിടുക്കാച്ച റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത പുതിയ വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.